ഏവർക്കും നമസ്കാരം. അഡ്ഹോക്ക് ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് സ്നേഹ. നമ്മൾ നദികളെ കുറിച്ചാണ് കഴിഞ്ഞ ക്ലാസ്സുകളിലായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ തുടർച്ചയായ ഒരു ഭാഗം കൂടെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. മറ്റു പ്രധാനപ്പെട്ട നദികളെ കുറിച്ചാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇന്ദിരാ കനാൽ തുടങ്ങുന്ന തടയണയുടെ പേരാണ് ഹരികെ തടയണ. ഇന്ദിരാ കനാൽ തുടങ്ങുന്ന തടയണയുടെ പേരാണ് ഹരികെ തടയണ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ഗഗ്ഗർ. മൺസൂൺ കാലത്ത് മാത്രം ഒഴുകുന്ന ഇന്ത്യൻ നദിയാണ് ഗഗ്ഗർ. സുവർണരേഖ എന്ന നദിയുടെ തീരത്താണ് ജംഷഡ്പൂർ ഉള്ളത്. ജംഷഡ്പൂർ ഏത് നദിയുടെ തീരത്താണ്? സുവർണരേഖ നദിയുടെ തീരത്താണ്. ഉത്തരാഖണ്ഡിലെ മാപ്ച ചുങ്മോ ഗ്ലേസിയർ എന്നിടത്ത് നിന്നാണ് ഗാഗര നദി ഉത്ഭവിക്കുന്നത്. ഗാഗര നദിയുടെ ഉത്ഭവം ഉത്തരാഖണ്ഡിലെ മാപ്ച ചുങ്മോ ഗ്ലേസിയർ എന്ന സ്ഥലത്ത് നിന്നാണ്. മഹാനന്ദ നദി ഉത്ഭവിക്കുന്നത് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ്. മഹാനന്ദ നദി ഉത്ഭവിക്കുന്നത് ഡാർജിലിംഗ് കുന്നുകളിൽ നിന്നാണ്. മഹാനന്ദ ഒഴുകുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ബീഹാർ, ബംഗാൾ. ബീഹാർ, ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലൂടെയാണ് മഹാനന്ദ നദി ഒഴുകുന്നത്. മംഗലാപുരം ഏത് നദിയുടെ തീരത്താണുള്ളത്? നേത്രാവതി. നേത്രാവതി നദിയുടെ തീരത്താണ് മംഗലാപുരം ഉള്ളത്. ഏതു നദിയുടെ നീരൊഴുക്കിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് പട്ലി ഡൂൺ? രാംഗംഗ. രാംഗംഗ എന്ന നദിയുടെ നീരൊഴുക്കിന്റെ ഫലമായി രൂപം കൊണ്ടതാണ് പട്ലി ഡൂൺ. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. കോർബറ്റ് ദേശീയോദ്യാനത്തിലൂടെ ഒഴുകുന്ന നദിയാണ് രാംഗംഗ. മുംബൈയെ ചുറ്റി ഒഴുകുന്ന നദിയാണ് മിഥി നദി. മുംബൈയെ ചുറ്റി ഒഴുകുന്ന നദിയാണ് മിഥി നദി. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ടീസ്റ്റ എന്ന നദിയാണ്. സിക്കിമിന്റെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് ടീസ്റ്റ. ഏത് നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡ ഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്? സുവാരി. സുവാരി എന്ന നദിയുടെ പതനസ്ഥാനത്താണ് ഗോവയിലെ വാസ്കോഡ ഗാമ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് വൈഗ. പാക് കടലിടുക്കിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് വൈഗ. ഏത് നദിയുടെ തീരത്താണ് ബംഗളൂരു? വൃഷ്ഭാവതി. വൃഷ്ഭാവതി എന്ന നദിയുടെ തീരത്താണ് ബംഗളൂരു ഉള്ളത്. അഹമ്മദാബാദ് സബർമതി നദിയുടെ തീരത്താണ്. അഹമ്മദാബാദ് ഏത് നദിയുടെ തീരത്താണെന്ന് ചോദിച്ചാൽ ഉത്തരം സബർമതിയാണ്. ഗാന്ധിനഗർ ഏത് നദിയുടെ തീരത്താണ്? സബർമതി. സബർമതിയുടെ തീരത്താണ് അഹമ്മദാബാദും ഗാന്ധിനഗറും ഉള്ളത്. ഭൂപൻ ഹസാരിക പാലം ലോഹിത് എന്ന നദിയുടെ തീരത്താണ്. ഭൂപൻ ഹസാരിക പാലം ഏത് നദിയിലാണ്? ലോഹിത് എന്ന നദിയിലാണ്. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് താമ്രപർണി. ഗൾഫ് ഓഫ് മാന്നാറിലേക്ക് ഒഴുകിയെത്തുന്ന നദിയാണ് താമ്രപർണി. പാപനാശം സ്കീം താമ്രപർണി എന്ന നദിയിലാണ്. പാപനാശം സ്കീം ഏത് നദിയിലാണ്? താമ്രപർണി. ഇന്ത്യൻ നദികളിൽ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ നദിയാണ്. ഇന്ത്യൻ നദികളിൽ തന്നെ ഏറ്റവും വേഗത്തിൽ ഒഴുകുന്നത് ടീസ്റ്റ നദിയാണ്. ഹരിയാനയിലുള്ള ഏക നദിയാണ് ഗഗ്ഗർ. ഗഗ്ഗർ നദി ഹരിയാനയിൽ മാത്രമാണ് ഒഴുകുന്നത്. ഇന്ത്യയിലെ ശപിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്നത് കർമ്മനാശയാണ്. ഇന്ത്യയിലെ ശപിക്കപ്പെട്ട നദി എന്നറിയപ്പെടുന്ന നദിയാണ് കർമ്മനാശ. ബോധഗയ ഏത് നദിയുടെ തീരത്താണ്? നിരഞ്ജന, ഫൽഗു. ബോധഗയ ഏത് നദിയുടെ തീരത്താണ്? ഫൽഗു എന്ന നദിയുടെ തീരത്താണ്. നിരഞ്ജന എന്നും പറയും. നുബ്ര നദി ഉത്ഭവിക്കുന്നത് സിയാച്ചെൻ മഞ്ഞുമലയിൽ നിന്നാണ്. നുബ്ര നദി ഉത്ഭവിക്കുന്നത് സിയാച്ചെൻ മഞ്ഞുമലയിൽ നിന്നാണ്. ജാൻജവതി എന്ന നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചിട്ടുള്ളത്. ഏത് നദിയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ റബ്ബർ അണക്കെട്ട് നിർമ്മിച്ചത്? ജാൻജവതി നദിയിലാണ്. ഷിമോഗ എന്ന ജില്ലയിലാണ് ശരാവതി നദി ഉത്ഭവിക്കുന്നത്. ശരാവതി നദിയുടെ ഉത്ഭവം ഷിമോഗ എന്ന ജില്ലയിലാണ്. ചുതക്ക് ജലവൈദ്യുത പദ്ധതി സുരു നദിയിലാണ്. ചുതക്ക് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? സുരു എന്ന നദിയിലാണ്. ജമ്മു നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് താവി. ജമ്മു നഗരത്തിലൂടെ ഒഴുകുന്ന നദിയാണ് താവി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദിയാണ് മാഹി. ഉത്തരായന രേഖയെ 2 തവണ മുറിച്ചു കടക്കുന്ന ഇന്ത്യൻ നദിയാണ് മാഹി. ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്നത് ഏത് നദിയാ? മണ്ടോവി.
ഗോവയുടെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദിയാണ് മണ്ഡോവി. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചി ഏത് തീരത്താണുള്ളത്? സുവർണരേഖയുടെ തീരത്താണ്. ജാർഖണ്ഡിന്റെ തലസ്ഥാനമായ റാഞ്ചി സുവർണരേഖ എന്ന നദീതീരത്താണ് ഉള്ളത്. ഹരിയാന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നദിയാണ് ഗഗ്ഗർ. ഹരിയാനയിലെ പ്രധാനപ്പെട്ട നദിയാണ് ഗഗ്ഗർ. നമ്മൾ പഠിച്ചു, ഹരിയാനയിലെ ഏക നദി വരുന്നത് ഗഗ്ഗർ ആണ്. കദന അണക്കെട്ട് മാഹി നദിയിലാണ്. ഗുജറാത്തിലെ മാഹി നദിയിലാണ് കദന അണക്കെട്ട്. തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി ധൗളി ഗംഗ നദിയിലാണ്. തപോവൻ വിഷ്ണുഗഡ് ജലവൈദ്യുത പദ്ധതി ഏത് നദിയിലാണ്? ധൗളി ഗംഗ. മധുര ഏത് നദിയുടെ തീരത്താണുള്ളത്? വൈഗ നദിയുടെ തീരത്താണ്. വൈഗ നദിയുടെ തീരത്താണ് മധുരയുള്ളത്. ചെങ്കൽപ്പേട്ട് ഏത് നദിയുടെ തീരത്താണ്? പാലാർ. പാലാർ നദിയുടെ തീരത്താണ് ചെങ്കൽപ്പേട്ട് ഉള്ളത്. പേച്ചിപ്പാറ അണക്കെട്ട് കോതയാർ നദിയിലാണുള്ളത്. പേച്ചിപ്പാറ അണക്കെട്ട് ഏതു നദിയിലാണ്? കോതയാർ നദിയിലാണ്. കർണാടകത്തിൽ നിന്ന് ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം നദി. കർണാടകത്തിൽ നിന്നും ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന നദിയാണ് വളപട്ടണം. ഇന്ത്യയും നേപ്പാളും മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ച വർഷമാണ് 1996. 1996 ഇന്ത്യയും നേപ്പാളും മഹാകാളി ഉടമ്പടി ഒപ്പുവെച്ചത്. ഒഡീഷയിലെ റൂർക്കേല ഏത് നദിയുടെ തീരത്താണ്? ബ്രാഹ്മണി നദിയുടെ തീരത്താണ്. ഒഡീഷയിലെ റൂർക്കേല ബ്രാഹ്മണി എന്ന നദിയുടെ തീരത്താണ്. തമിഴ്നാട്ടിലെ പാപനാശം വെള്ളച്ചാട്ടം താമ്രപർണി എന്ന നദിയിലാണ്. തമിഴ്നാട്ടിലെ പാപനാശം വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? താമ്രപർണി നദിയിലാണ്. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദിയാണ് ബരക്. മണിപ്പൂരിലെയും മിസോറാമിലെയും പ്രധാനപ്പെട്ട നദി ഏതെന്ന് ചോദിച്ചാൽ ബരക് നദിയാണ്. മിസോറാമിൽ ഉത്ഭവിച്ച് മ്യാൻമറിലേക്ക് ഒഴുകുന്ന നദി ഏതാ? കലദൻ. മിസോറാമിൽ ഉത്ഭവിച്ച് മ്യാൻമറിലേക്ക് ഒഴുകുന്ന നദിയാണ് കലദൻ. മിസോറാമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദി ഏതാപ്പോ? കർണഫുലി. മിസോറാമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്ന നദിയാണ് കർണഫുലി. രണ്ടും മാറ്റമുണ്ട്. മിസോറാമിൽ ഉത്ഭവിച്ച് മ്യാൻമറിലേക്ക് ഒഴുകുന്നതാണ് കലദൻ എങ്കിൽ മിസോറാമിൽ ഉത്ഭവിച്ച് ബംഗ്ലാദേശിലേക്ക് ഒഴുകുന്നത് കർണഫുലി എന്ന നദിയാണ്. കാഞ്ചീപുരം ഏത് നദിയുടെ തീരത്താണുള്ളത്? പാലാർ നദിയുടെ തീരത്താണ്. പാലാർ നദിയുടെ തീരത്താണ് കാഞ്ചീപുരം ഉള്ളത്. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്ര. അടൽ തുരങ്കത്തിന് മുകളിലൂടെ ഒഴുകുന്ന നദിയാണ് ചന്ദ്ര. വെല്ലൂർ പാലാർ എന്ന നദിയുടെ തീരത്താണുള്ളത്. വെല്ലൂരുള്ളത് പാലാർ എന്ന നദിയുടെ തീരത്താണ്. ജാർഖണ്ഡിലെ ഹുണ്ടുരു വെള്ളച്ചാട്ടം സുവർണരേഖ നദിയിലാണുള്ളത്. ജാർഖണ്ഡിലെ ഹുണ്ടുരു എന്ന വെള്ളച്ചാട്ടം സുവർണരേഖ നദിയിലാണ് ഉള്ളത്. ഗംഗയുമായി രാംഗംഗ ചേരുന്നത് കനൌജ് എന്ന സ്ഥലത്ത് വെച്ചാണ്. ഗംഗയുമായി രാംഗംഗ ചേരുന്ന സ്ഥലമാണ് കനൌജ്. ഹിമാലയ പർവ്വത രൂപവത്കരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാകുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. ഹിമാലയ പർവ്വത രൂപവത്കരണ പ്രക്രിയയുടെ ഫലമായി അപ്രത്യക്ഷമാകുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നുണ്ട് എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി നദി. ബഗ്ലിഹാർ അണക്കെട്ടിന്റെ പേരിൽ ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന രാജ്യവുമായിട്ടാണ് തർക്കമുള്ളത്. ഇന്ത്യക്ക് പാകിസ്ഥാൻ എന്ന രാജ്യവുമായിട്ട് തർക്കമുള്ളത് ബഗ്ലിഹാർ അണക്കെട്ടിന്റെ പേരിലാണ്. മോത്തിഹാര വെള്ളച്ചാട്ടം ജാർഖണ്ഡിലെ അജയ് എന്ന നദിയിലാണ്. മോത്തിഹാര വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ജാർഖണ്ഡിലെ അജയ് എന്ന നദിയിലാണ്. സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് റിപ്പോർട്ട് നൽകിയ കമ്മീഷൻ ഏതാ? KS വാൾഡിയ കമ്മീഷൻ. സരസ്വതി നദി യാഥാർത്ഥ്യമാണെന്ന് റിപ്പോർട്ട് നൽകിയ കമ്മീഷനാണ് KS വാൾഡിയ കമ്മീഷൻ. അതായത് ഹിമാലയ പർവ്വത രൂപവത്കരണ പ്രക്രിയയുടെ ഫലമായിട്ട് അപ്രത്യക്ഷമായി ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു നദിയാണ് സരസ്വതി നദി. അത് യാഥാർത്ഥ്യമാണെന്ന് റിപ്പോർട്ട് നൽകിയ കമ്മീഷനാണ് KS വാൾഡിയ കമ്മീഷൻ. നമ്മൾ നദികളെ കുറിച്ചാണ് പഠിച്ചുകൊണ്ടിരുന്നത്. നദികൾ എന്ന ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തൊരു ഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏത് എന്നാണ്. അതിനുത്തരം ഉത്തര മഹാസമതലമാണ്. ഇന്ത്യയുടെ ധാന്യപുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലത്തെ വടക്കുനിന്ന് തെക്കോട്ട് മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അവ
ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ എന്നിങ്ങനെയാണ്. ഉത്തര മഹാസമതലത്തെ വടക്കു നിന്ന് തെക്കോട്ടായി മൂന്നായിട്ടാണ് തരംതിരിക്കുന്നത്. അതിന്റെ പേരുകൾ ഏതൊക്കെയാന്ന് പറഞ്ഞ ബാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഉത്തര ഗംഗാ സമതലത്തിന്റെ വിസ്തീർണം 7,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉത്തര ഗംഗാ സമതലത്തിന്റെ വിസ്തീർണം വരുന്നത് 7,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ. പുതുതായി രൂപം കൊള്ളുന്ന എക്കൽ മണ്ണാണ് ഖാദർ. പർവ്വത ഭാഗത്തു നിന്ന് നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും നിക്ഷേപിക്കുന്ന മേഖലയാണ് ബാബർ. പർവ്വത ഭാഗത്തു നിന്ന് നദികൾ ഭാരമേറിയ ഉരുളൻ പാറകളും കല്ലുകളും നിക്ഷേപിക്കുന്നത് ബാബർ എന്ന മേഖലയിലാണ്. ലോകത്തെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമാണ് ഇന്ത്യയിലെ ഉത്തരമഹാസമതലം. സിവലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്ന ഇടുങ്ങിയ മേഖലയാണ് ബാബർ. സിവലിക് മലയടിവാരത്തിന് സമാന്തരമായി ചെരിവ് അവസാനിക്കുന്നിടത്തു നിന്നും ആരംഭിക്കുന്ന ഇടുങ്ങിയൊരു മേഖലയാണ് ബാബർ. ബാബർ മേഖലയ്ക്ക് തെക്കായി സ്ഥിതി ചെയ്യുന്നത് ടെറായ് മേഖലയാണ്. ബാബർ മേഖലയ്ക്ക് തെക്കായിട്ട് സ്ഥിതി ചെയ്യുന്ന മേഖലയാണ് ടെറായ് മേഖല. സമ്പുഷ്ടമായ സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗങ്ങളും കാണപ്പെടുന്ന വടക്കൻ സമതലങ്ങളിലെ ഭാഗമാണ് ടെറായ് മേഖല. സമ്പുഷ്ടമായിട്ടുള്ള സ്വാഭാവിക സസ്യജാലങ്ങളും ധാരാളം വന്യജീവി വർഗങ്ങളും കാണപ്പെടുന്ന വടക്കൻ സമതലങ്ങളിലെ ഭാഗമാണ് ടെറായ് മേഖല. എക്കൽ സമതലങ്ങളുടെ രണ്ട് വിഭാഗങ്ങളാണ് ഖാദറും ബാങ്കറും. എക്കൽ സമതലങ്ങളുടെ രണ്ട് വിഭാഗങ്ങൾ ഏതൊക്കെയാണ്? ഖാദർ, ബാങ്കർ. പഴയ എക്കൽ മണ്ണ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ബംഗാർ. പഴയ എക്കൽ മണ്ണ് അറിയപ്പെടുന്നത് ബംഗാർ എന്ന പേരിലാണ്. ബാബറിന് തെക്കായി ഏകദേശം 10 മുതൽ 20 വരെ കിലോമീറ്റർ വീതിയിൽ കാണപ്പെടുന്ന മേഖലയാണ് ടെറായ് മേഖല. ബാബറിന് തെക്കായി ഏകദേശം 10 മുതൽ 20 വരെ കിലോമീറ്റർ വീതിയിൽ കാണപ്പെടുന്ന മേഖലയാണ് ടെറായ് മേഖല. അടുത്ത നമുക്ക് ഉപദ്വീപീയ പീഠഭൂമിയെ കുറിച്ച് പഠിക്കാം. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലമാണ് ഇലപൊഴിയും കാടുകൾ. ഉപദ്വീപീയ ഇന്ത്യയിൽ കൂടുതൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങളാണ് ഇലപൊഴിയും കാടുകൾ. പ്രാചീന കാലത്ത് മാൾവ പീഠഭൂമിയുടെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമായിരുന്നത് ഉജ്ജയിനി നഗരമാണ്. പ്രാചീന കാലത്ത് മാൾവ പീഠഭൂമിയുടെ രാഷ്ട്രീയ സാംസ്കാരിക തലസ്ഥാനമായിരുന്ന നഗരമാണ് ഉജ്ജയിനി. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വിസ്തൃതമായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതമായ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയുടെ ആകൃതി വരുന്നത് ത്രികോണാകൃതിയാണ്. ത്രികോണാകൃതിയിലാണ് ഡക്കാൻ പീഠഭൂമി ഉള്ളത്. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇൻഡോർ. മാൾവ പീഠഭൂമിയിലെ ഏറ്റവും വലിയ നഗരമാണ് ഇൻഡോർ. മാൾവ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. മാൾവ പീഠഭൂമിയിൽ ഉൾപ്പെടുന്ന 3 സംസ്ഥാനങ്ങളാണുള്ളത്. ആ സംസ്ഥാനങ്ങളാണ് മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഗുജറാത്ത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട കാർഷിക വിളയാണ് പരുത്തി. ഡക്കാൻ പീഠഭൂമിയിലെ പ്രധാന കാർഷിക വിളയാണ് പരുത്തി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാ? ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത് 2 സംസ്ഥാനങ്ങളിലായിട്ടാണ്. ആ 2 സംസ്ഥാനങ്ങളാണ് ഛത്തീസ്ഗഡും ജാർഖണ്ഡും. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. മാൾവ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറൻ അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി പർവ്വതനിര. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ധാതു നിക്ഷേപത്തിന്റെ കലവറ എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. എങ്കിൽ ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഏത് ഭൂവിഭാഗമാണ്? ഉപദ്വീപീയ പീഠഭൂമി. ധാതുക്കളുടെ കലവറ എന്നറിയപ്പെടുന്നത് ഇന്ത്യയിലെ ഉപദ്വീപീയ പീഠഭൂമിയെയാണ്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ പീഠഭൂമിയാണ് റാഞ്ചി പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഭാഗമായ ഏറ്റവും വലിയ പീഠഭൂമിയാണ് റാഞ്ചി പീഠഭൂമി. ബുണ്ടേൽഖണ്ഡ് പീഠഭൂമി മധ്യപ്രദേശിലാണുള്ളത്. ബുണ്ടേൽഖണ്ഡ് പീഠഭൂമി ഏത് സംസ്ഥാനത്താണ്? മധ്യപ്രദേശ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ
ഏകദേശ വിസ്തീർണം 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഏകദേശ വിസ്തീർണം എത്രയാണ്? 16 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ ആണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം 12 എണ്ണമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ 12 എണ്ണമാണ്. ഡെക്കാൻ പീഠഭൂമിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മഹാദേവും മൈക്കാൽ നിരകളും. ഡെക്കാൻ പീഠഭൂമിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് മഹാദേവും മൈക്കാൽ മലനിരകളും. ഡെക്കാൻ പീഠഭൂമിക്ക് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മലനിരകൾ ഏതൊക്കെയപ്പോ? വിന്ധ്യ, സത്പുര. ഡെക്കാൻ പീഠഭൂമിക്ക് വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന മലനിരകളാണ് വിന്ധ്യ, സത്പുര. അടുത്തത് നമുക്ക് തീരപ്രദേശത്തെ കുറിച്ച് നോക്കാം. ആദ്യത്തെ ചോദ്യം, എത്ര കേന്ദ്ര ഭരണ പ്രദേശങ്ങൾക്കാണ് കടൽ തീരമുള്ളത് എന്നാണ്. ഉത്തരം 4 എണ്ണമാണ്. 4 കേന്ദ്രഭരണ പ്രദേശങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. ആ 4 ഭരണ പ്രദേശങ്ങളാണ് ഭദ്ര, നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്. ഏതൊക്കെ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് കടൽ തീരമുള്ളത്? ഭദ്ര, നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, പുതുച്ചേരി, ആൻഡമാൻ നിക്കോബാർ, ലക്ഷദ്വീപ്. ഇന്ത്യയിലെ ദ്വീപ് പ്രദേശങ്ങളുടെ തീരദേശ ദൈർഘ്യം വരുന്നത് 2094 കിലോമീറ്റർ ആണ്. ഇന്ത്യയിലെ ദ്വീപ് പ്രദേശങ്ങളുടെ തീരദേശ ദൈർഘ്യം 2094 കിലോമീറ്റർ ആണ്. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. 9 സംസ്ഥാനങ്ങൾക്കാണ് കടൽ തീരമുള്ളത്. കോറമാൻഡൽ തീരത്ത് കാണുന്ന പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോറമാൻഡൽ തീരത്ത് കാണുന്ന പ്രധാനപ്പെട്ട മണ്ണിനമാണ് എക്കൽ മണ്ണ്. തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. തീരസമതലങ്ങളിലുടനീളം സാന്നിധ്യമുള്ള മണ്ണിനമാണ് എക്കൽ മണ്ണ്. കോറമാൻഡൽ തീരത്തെ പ്രധാന തുറമുഖമാണ് ചെന്നൈ. കോറമാൻഡൽ തീരത്തെ പ്രധാന തുറമുഖമാണ് ചെന്നൈ. വടക്കു കിഴക്കൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരസമതലമാണ് കോറമാൻഡൽ. വടക്കു കിഴക്കൻ മൺസൂണിലൂടെ ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന തീരസമതലമാണ് കോറമാൻഡൽ. ഏത് മലനിരകൾക്കും അറബിക്കടലിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്? പശ്ചിമഘട്ടം മലനിരകൾക്കാണ്. പശ്ചിമഘട്ട മലനിരകൾക്കും അറബിക്കടലിനും ഇടയിലാണ് പടിഞ്ഞാറൻ തീരസമതലം സ്ഥിതി ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തീരമുള്ള ഇന്ത്യൻ ഭരണഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. ഏറ്റവും കൂടുതൽ തീരമുള്ള ഇന്ത്യൻ ഭരണഘടകമാണ് ആൻഡമാൻ നിക്കോബാർ. 1962 കിലോമീറ്റർ ആണുള്ളത്. പശ്ചിമഘട്ടത്തിനും സമുദ്രത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്തിന്റെ വടക്കു ഭാഗത്തിന്റെ പേരാണ് കൊങ്കൺ. പശ്ചിമഘട്ടത്തിനും സമുദ്രത്തിനും ഇടയ്ക്കുള്ള തീരപ്രദേശത്തിന്റെ വടക്കു ഭാഗത്തിന്റെ പേരാണ് കൊങ്കൺ. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് ഗുജറാത്തിനാണ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനമാണ് ഗുജറാത്ത്. ഇന്ത്യയുടെ ആകെ കടൽ തീരം വരുന്നത് 7516.6 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ ആകെ കടൽ തീരം വരുന്നത് 7516.6 കിലോമീറ്റർ ആണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഗുജറാത്ത് എന്ന സംസ്ഥാനത്താണ്. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ വടക്കേ അറ്റമായ റാൻ ഓഫ് കച്ച് ഗുജറാത്ത് എന്ന ഇന്ത്യൻ സംസ്ഥാനത്താണ് ഉള്ളത്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ മധ്യഭാഗം അറിയപ്പെടുന്നത് കാനറ എന്നാണ്. പടിഞ്ഞാറൻ തീരസമതലത്തിന്റെ ദക്ഷിണ ഭാഗം അറിയപ്പെടുന്നതോ മലബാർ എന്നുമാണ്. ഇന്ത്യയുടെ പൂർവ്വ തീരസമതലത്തിന്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്നത് കോറമാൻഡൽ തീരം എന്നാണ്. ഇന്ത്യയുടെ പൂർവ്വ തീരസമതലത്തിന്റെ തെക്കൻ ഭാഗം അറിയപ്പെടുന്നത് കോറമാൻഡൽ തീരം എന്നാണ്. കോറമാൻഡൽ തീരം അവസാനിക്കുന്ന പോയിന്റ് ആണ് ഫാൾസ് ഡിവി പോയിന്റ്. കോറമാൻഡൽ തീരം അവസാനിക്കുന്ന പോയിന്റ് ആണ് ഫാൾസ് ഡിവി പോയിന്റ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് ആന്ധ്രാപ്രദേശ്. അടുത്തത് നമുക്ക് കൃഷിയും കാർഷിക ഗവേഷണത്തെ കുറിച്ചും പഠിക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യയിലെ കാർഷിക വിളകളുടെ കാലങ്ങൾ ഏതൊക്കെയെന്നാണ്. ഖാരിഫ്, റാബി, സൈദ്. ഇന്ത്യയിലെ കാർഷിക വിളകളുടെ കാലങ്ങളാണ് ഖാരിഫ്, റാബി, സൈദ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിള ഏതാ? ഗോതമ്പാണ്. ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട റാബി വിളയാണ് ഗോതമ്പ്. മാർച്ചിൽ, അതായത് വേനൽ ആരംഭത്തിൽ വിളയിറക്കി മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് സൈദ് എന്ന പേരാണ്.
മാർച്ചിൽ ആരംഭത്തോടെ വിളയിറക്കി മൺസൂണിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് സൈദ് എന്ന പേരിലാണ്. പ്രധാനപ്പെട്ട സൈദ് വിളകളാണ് പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും. ശൈത്യകാല ആരംഭം മുതൽ വിളവിറക്കി വേനലിന്റെ ആരംഭത്തിൽ വിളയെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് റാബി വിളകൾ എന്ന പേരിലാണ്. ശൈത്യകാല ആരംഭം മുതൽ വിളവിറക്കിയിട്ട് വേനലിന്റെ ആരംഭത്തിൽ വിളവെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നതാണ് റാബി വിളകൾ. ഗോതമ്പ്, കടുക്, പുകയില, പയറുവർഗ്ഗങ്ങൾ എന്നിവ റാബി എന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണമാണ്. ഗോതമ്പ്, കടുക്, പുകയില, പയറുവർഗ്ഗങ്ങൾ എന്നിവ റാബി എന്ന കാർഷിക വിളകൾക്ക് ഉദാഹരണമാണ്. എങ്കിൽ നെല്ല്, ചോളം, പരുത്തി, ചണം, നിലക്കടല, കരിമ്പ്, തിനവിളകൾ എന്നിവ ഏത് വിളകൾക്കായിരിക്കും ഉദാഹരണം? ഖാരിഫ് വിളകൾക്കാണ് ഉദാഹരണം. നെല്ല്, ചോളം, പരുത്തി, ചണം, നീലക്കടല, കരിമ്പ്, തിനകൾ എന്നിവ ഖാരിഫ് എന്ന കാർഷിക വിളയ്ക്ക് ഉദാഹരണമാണ്. നമ്മുടെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഖാരിഫ് വിളയാണ് നെല്ല്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാ? എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണാണ് എക്കൽ മണ്ണ്. ഏതിന് നെല്ലിനമാണ് മിറക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത്? IR8. ഏത് നെല്ലിനമാണ് മിറക്കിൾ റൈസ് എന്നറിയപ്പെടുന്നത്? IR8. ഖാരിഫ് കൃഷിയുടെ കാലയളവ് വരുന്നത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ്. ഖാരിഫ് കൃഷിയുടെ കാലയളവ് വരുന്നത് ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയാണ്. തമിഴ്നാടിന്റെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. വെള്ളവും വളവും കണികാരൂപത്തിൽ ഡ്രിപ്പറുകളിലൂടെ നൽകുന്ന രീതിയാണ് ഫെർട്ടിഗേഷൻ. തെക്കേ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നത് തഞ്ചാവൂരാണ്. സ്ഥലമാണ് തഞ്ചാവൂർ. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി ഉപയോഗിക്കുന്നത് അരിയാണ്. ധാന്യമാണ് അരി. ഇന്ത്യയുടെ ഏതു ഭാഗമാണ് രാജ്യത്തെ തേയിലയുടെ 3/4 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യയാണ്. ഇന്ത്യയുടെ ഏതു ഭാഗമാണ് രാജ്യത്തെ തേയിലയുടെ 3/4 ഉൽപ്പാദിപ്പിക്കുന്നത്? വടക്ക് കിഴക്കൻ ഇന്ത്യ. പ്രത്യേക കാർഷിക മേഖലകൾ സ്ഥാപിച്ച ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. 2011 സ്ഥാപിച്ചത്. മൺസൂണിന്റെ ആരംഭത്തിൽ വിളവിറക്കി മൺസൂണിന്റെ അവസാനത്തോടെ തന്നെ വിളയെടുക്കുന്ന കാർഷിക വിളകൾ അറിയപ്പെടുന്നത് ഖാരിഫ് വിളകളാണ്. മൺസൂണിന്റെ ആരംഭത്തിൽ വിളവിറക്കി മൺസൂണിന്റെ അവസാനത്തോടെ തന്നെ വിളയെടുക്കുന്ന കാർഷിക വിളയാണ് ഖാരിഫ്. സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് ജൂൺ മാസത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിസ്തീർണത്തിൽ കൃഷി ചെയ്യുന്നത് നെല്ലാണ്. കൃഷി ചെയ്യപ്പെടുന്ന വിളയാണ് നെല്ല്. ദക്ഷിണേന്ത്യയുടെ അരിക്കിണ്ണം എന്നറിയപ്പെടുന്നത് കൃഷ്ണ ഗോദാവരി ഡെൽറ്റയാണ്. ഇന്ത്യയുടെ സുഗന്ധവ്യഞ്ജനത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. കേരളം ജില്ലയാണ്. കർഷകർക്ക് സോയിൽ ഹെൽത്ത് കാർഡ് നൽകിയ ആദ്യ സംസ്ഥാനമാണ് പഞ്ചാബ്. കിസാൻ ക്രെഡിറ്റ് കാർഡ് നടപ്പാക്കിയത് 1998-ലാണ്. നടപ്പിലാക്കിയ വർഷമാണ് 1998. ഇന്ത്യയുടെ ധാന്യ കലവറ എന്നറിയപ്പെടുന്നത് പഞ്ചാബാണ്. മധ്യേന്ത്യയുടെ നെൽപാത്രം എന്നറിയപ്പെടുന്നത് ഛത്തീസ്ഗഡ് ആണ്. സംസ്ഥാനമാണ് ഛത്തീസ്ഗഡ്. ഇന്ത്യയിലെ തേയിലത്തോട്ടം എന്നറിയപ്പെടുന്നത് ആസാമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാപ്പി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാ? കർണാടകമാണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനമാണ് റബ്ബർ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനം? കേരളത്തിലാണ് റബ്ബർ ഉൽപാദനത്തിൽ 1-ാം സ്ഥാനമുള്ളത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കന്നുകാലികൾ ഉള്ളത് ഉത്തർപ്രദേശിലാണ്. ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയത് ഹരിയാനയിലാണ്.
ഉത്തരേന്ത്യയിൽ ആദ്യമായി വിള ഇൻഷുറൻസ് ഏർപ്പെടുത്തിയ സംസ്ഥാനമാണ് ഹരിയാന. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? അസം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് അസം. ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിലെ ആപ്പിൾ സംസ്ഥാനം എന്നറിയപ്പെടുന്നത് ഹിമാചൽ പ്രദേശാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭക്ഷ്യധാന്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. പൂർവ്വദിക്കില ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. പൂർവ്വദിക്കില ഏലത്തോട്ടം എന്നറിയപ്പെടുന്നത് കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്നത് കർണാടകത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കർണാടകം. ഇന്ത്യയുടെ നെല്ലറ എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശാണ്. ഇന്ത്യയുടെ നെല്ലറ എന്നത് ആന്ധ്രാപ്രദേശാണ്. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. വാണിജ്യാടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ആദ്യമായി റബ്ബർ കൃഷി തുടങ്ങിയ സംസ്ഥാനമാണ് കേരളം. ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. ഇന്ത്യൻ കാർഷിക സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. എണ്ണക്കുരു വിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നിലക്കടലയാണ്. എണ്ണക്കുരു വിളകളുടെ രാജാവ് എന്നറിയപ്പെടുന്നത് നിലക്കടലയാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്നത് ഉരുളക്കിഴങ്ങാണ്. ഇന്ത്യയിൽ ഏറ്റവും അധികം കൃഷി ചെയ്യുന്ന കിഴങ്ങുവിളയാണ് ഉരുളക്കിഴങ്ങ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും ജനവും പരാജയപ്പെടുമെന്ന് അഭിപ്രായപ്പെട്ടത് ജവഹർലാൽ നെഹ്റു ആണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഇന്ത്യയുടെ പഞ്ചസാര കിണ്ണം എന്നറിയപ്പെടുന്നത് ഉത്തർപ്രദേശാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഗോതമ്പ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്തർപ്രദേശിലാണ്. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ദക്ഷിണേന്ത്യ. ഇന്ത്യയിൽ തേയിലയും കാപ്പിയും കൃഷി ചെയ്യുന്ന പ്രദേശമാണ് ദക്ഷിണേന്ത്യ. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില ഏതാ? 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെ. നെൽകൃഷിക്ക് അനുയോജ്യമായ താപനില എത്രയാണ്? 25 മുതൽ 35 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. ഇന്ത്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്ന മേഖലയാണ് കാർഷിക മേഖല. ലോകത്ത് ആദ്യമായി സങ്കര ഇനം പരുത്തി വികസിപ്പിച്ച രാജ്യമാണ് ഇന്ത്യ. ഹൈബ്രിഡ് 4 എന്ന് പേരിട്ട ഈ ഇനം 1970-ൽ ചന്ദ്രകാന്ത് ടി പട്ടേലാണ് വികസിപ്പിച്ചത്. ലോകത്ത് ആദ്യമായി സങ്കര ഇനം പരുത്തി വികസിപ്പിച്ച രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. ഹൈബ്രിഡ് 4 എന്ന് പേരിട്ട ഈ ഇനം 1970-ൽ ചന്ദ്രകാന്ത് ടി പട്ടേലിനാണ് വികസിപ്പിച്ചത്. തേയിലത്തോട്ടങ്ങളിൽ തണൽ നൽകുന്നതിനായി ദക്ഷിണേന്ത്യൻ തോട്ടങ്ങളിൽ ഏറ്റവും അധികം വളർത്തുന്നത് സിൽവർ ഓക്ക് എന്ന മരമാണ്. 5 വർഷത്തിൽ ഒരിക്കലാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത്. 5 വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ഇന്ത്യയിൽ കാർഷിക സെൻസസ് എടുക്കുന്നത്. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അഗ്മാർക്ക്. ഗുണനിലവാരമുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് നൽകുന്ന മുദ്രയാണ് അഗ്മാർക്ക്. ഗംഗ ബ്രഹ്മപുത്ര പ്രദേശത്തെ പ്രധാന കാർഷികോൽപ്പന്നമാണ് ചണം. ഗംഗ ബ്രഹ്മപുത്ര പ്രദേശത്തെ പ്രധാന കാർഷികോൽപ്പന്നമാണ് ചണം. ചണത്തിന്റെ ഏത് ഭാഗമാണ് നാരു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്? തണ്ട്. ചണത്തിന്റെ തണ്ട് ഭാഗമാണ് നാരു നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. ഇന്ത്യയിൽ തന്നെ ആദ്യമായി കാപ്പി കൃഷി നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് ബാബാ ബുദൻ കുന്നുകൾ എന്നാണ്. ഇന്ത്യയിൽ ആദ്യമായി കാപ്പി കൃഷി നടത്തിയ സ്ഥലം അറിയപ്പെടുന്നത് കർണാടകത്തിലെ ബാബാ ബുദൻ കുന്നുകളാണ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. ഇന്ത്യയിലെ ധവള വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഡോക്ടർ വർഗീസ് കുര്യനാണ്. രജത വിപ്ലവം എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്? മുട്ട ഉൽപ്പന്നം. മുട്ട ഉൽപ്പന്നമായിട്ടാണ് രജത വിപ്ലവം ബന്ധപ്പെട്ടിട്ടുള്ളത്. കാട് വെട്ടി ചുട്ടുകരിച്ച് കൃഷി നടത്തുന്ന രീതിയാണ് പൂനം കൃഷി. കാട് വെട്ടി ചുട്ടുകരിച്ച് കൃഷി നടത്തുന്ന രീതിയാണ് പൂനം കൃഷി. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂവിഭാഗമാണ് ഉത്തര ഗംഗാ സമതലം. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക വിഭാഗമാണ് ഉത്തര ഗംഗാ സമതലം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് വടക്ക് കിഴക്കൻ സമതലങ്ങളിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോതമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന മേഖലയാണ് വടക്കു പടിഞ്ഞാറൻ സമതലങ്ങൾ. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരിയാണ് പൊക്കാളി അരി. ഇന്ത്യയിൽ ദേശസൂചക പദവി ലഭിച്ച ആദ്യത്തെ അരിയാണ് പൊക്കാളി അരി.
ഹജ്ജിന് പോയിട്ട് തിരികെ വരവെ 17-ാം ശതകത്തിൽ ഏതു രാജ്യത്തു നിന്നാണ് ബാബാ ബുദൻ കാപ്പി വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്? യമൻ. ഹജ്ജിന് പോയിട്ട് തിരികെ വരവെ 17-ാം ശതകത്തിൽ യമൻ എന്ന രാജ്യത്തു നിന്നാണ് ബാബാ ബുദൻ കാപ്പി വിത്തുകൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നത്. ഇന്ത്യയിൽ കാർഷിക താളത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൺസൂൺ മഴയാണ്. ഇന്ത്യയിൽ കാർഷിക താളത്തിന് ചുക്കാൻ പിടിക്കുന്നത് മൺസൂൺ മഴയാണ്. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. നാഷണൽ യാക് റിസർച്ച് സെന്റർ സ്ഥിതി ചെയ്യുന്നത് അരുണാചൽ പ്രദേശിലാണ്. ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ഗാന്ധിനഗറിലാണ്. ജൈവ കൃഷിക്ക് വേണ്ടിയുള്ള ഇന്ത്യയിലെ ആദ്യത്തെ സർവകലാശാല സ്ഥാപിച്ചത് ഗാന്ധിനഗറിലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് രൂപവത്കരിച്ചത് 1929-ലാണ്. ഇന്ത്യൻ കൗൺസിൽ ഓഫ് അഗ്രികൾച്ചറൽ റിസർച്ച് രൂപവത്കരിച്ചത് 1929-ലാണ്. ദേശീയ ചുവന്നുള്ളി വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം പൂനെയിലാണ്. ദേശീയ ചുവന്നുള്ളി വെളുത്തുള്ളി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പൂനെയിലാണ്. ദേശീയ പയറുവർഗ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? അപ്പോ ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ്. ദേശീയ പയറുവർഗ ഗവേഷണ കേന്ദ്രം ഉത്തർപ്രദേശിലെ കാൺപൂരിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫലോസ് എവിടെയാണുള്ളത്? ഹരിയാനയിലെ ഹിസാറിലാണ്. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ഓൺ ബഫലോസ് എവിടെയാണ്? ഹരിയാനയിലെ ഹിസാറിലാണ്. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് MS സ്വാമിനാഥൻ. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം കർണാടകയിലെ പുട്ടൂർ എന്നിടത്താണ്. ദേശീയ കശുവണ്ടി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കർണാടകത്തിലെ പുട്ടൂർ എന്ന സ്ഥലത്താണ്. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപക ചെയർമാനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡിന്റെ സ്ഥാപക ചെയർമാനാണ് ഡോക്ടർ വർഗീസ് കുര്യൻ. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് എവിടെയാണ്? ബംഗളൂരു. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചറൽ റിസർച്ച് ബംഗളൂരുവിലാണുള്ളത്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് കർണാലിലാണുള്ളത്. നാഷണൽ ഡയറി റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കർണാലിലാണ്. സെൻട്രൽ വൂൾ ആൻഡ് ഷീപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജസ്ഥാനിലെ അവികാനഗറിലാണ്. സെൻട്രൽ വൂൾ ആൻഡ് ഷീപ്പ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് രാജസ്ഥാനിലെ അവികാനഗറിലാണ്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാ? കട്ടക്ക്. സെൻട്രൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ്? കട്ടക്കിലാണ്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം പൂനെയിലാണുള്ളത്. ദേശീയ മുന്തിരി ഗവേഷണ കേന്ദ്രം എവിടെയാണ്? പൂനെയിലാണ്. ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം സിക്കിമിലെ പാക്യാങ് ആണ്. ദേശീയ ഓർക്കിഡ് ഗവേഷണ കേന്ദ്രം എവിടെയാണ്? സിക്കിമിലെ പാക്യാങ്ങിൽ. ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം ഹിമാചൽ പ്രദേശിലെ സോളാനിലാണുള്ളത്. ദേശീയ കുമിൾ ഗവേഷണ കേന്ദ്രം എവിടെയാണ്? ഹിമാചൽ പ്രദേശിലെ സോളാൻ എന്ന സ്ഥലത്താണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതെല്ലാം മനസ്സിലായി എന്ന് കരുതുന്നു. അടുത്തൊരു ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. താങ്ക് യു.